ഞങ്ങളുടെ സ്റ്റോറി ആക്ച്വലി കോളേജിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ കോളേജിൽ ഒരു നോർമൽ ഫ്രണ്ട്സ് ആയിരുന്നു, രണ്ടുപേർക്കും സെപ്പറേറ്റ് ഗ്യാങ്സ് ആയിരുന്നു. അങ്ങനെ ഓക്കെ, ജസ്റ്റ് ഹൈ ബൈ ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻ ഡീപ്പ് റിലേഷൻ അല്ലെങ്കിൽ ഇൻ ഡീപ്പ് ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ സെയിം ക്ലാസ്മേറ്റിന്റെ അവളുടെ ഒരു മാരേജിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഈ വീട്ടില് അവളുടെ ഫംഗ്ഷന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഞങ്ങളെല്ലാവരും ഇവിടെ വെച്ചിട്ട് ഈ ഹാളിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അന്ന് ഇവൾ എന്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് എല്ലാം എന്റെ നോർമൽ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അന്ന്. സോ അന്ന് നമ്മൾ പേഴ്സ് സെലക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, നിനക്ക് അവൾ അങ്ങനെ എനിക്ക് ഇവളാണ് പേരായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളെല്ലാം പഠിച്ചു, ഒരുമിച്ച് പഠിച്ചു, ഡാൻസ് എല്ലാം കളിച്ചു. അപ്പോഴാണ് ഞങ്ങളൊന്ന് റീകണക്ട് ആയത്. കോളേജ് കഴിഞ്ഞ് അതൊരു ആഫ്റ്റർ 3 years ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പിന്നെയും കണക്ട് ആയി, കൂടുതൽ നേരം സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോയി. അപ്പോഴും എനിക്കൊരു സപ്പോർട്ടായിട്ട് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ അവിടെ. ഓക്കെ, എൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും നമ്മുടെ അതേ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിന് കിട്ടുന്ന ഒരു കംഫർട്ട് ലെവൽ വേറെ അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എത്ര നേരം വേണമെങ്കിലും ഓക്കെ അച്ഛനോട് സംസാരിക്കുന്നത്, അമ്മയോട് സംസാരിക്കുന്നത്, സിസ്റ്ററിനോട് സംസാരിക്കുന്നത് എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും അവൾ കുറച്ചുകൂടെ ഒരു സപ്പോർട്ടീവായിട്ട് ആ ഒരു സമയത്ത് നിന്നിരുന്നു. അങ്ങനെ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ഓക്കെ, നമ്മൾക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോയാൽ വൈ കാൻറ്റ് വി ഡു ദാറ്റ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അച്ഛൻ എന്ന രീതിയിൽ ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र ചേച്ചി ചേട്ടനെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഐ വാസ് വെരി ഹാപ്പി. നല്ലൊരു ഏട്ടനെ കിട്ടാൻ പോവാണ്. ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനെ കിട്ടാന്ന് പറഞ്ഞപ്പോൾ അത്രയും ഹാപ്പി ആയിരുന്നു. അതേപോലെ ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിലും ഓടിച്ചാടി നടക്കാനും ചേച്ചിയുടെ കൂടെ സപ്പോർട്ടീവായിട്ട് എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിന്ന് എല്ലാം ചെയ്യാനും പറ്റി. ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ആസ് എ സിസ്റ്റർ ഐ ഫീൽ വെരി ബ്ലെസ്ഡ് ടു ഗെറ്റ് സച്ച് എ സിസ്റ്റർ. എന്താ പറയാ, വെരി ഹാപ്പി. Run with the heart, run through the hills, deep in the place where secrets reveal, to feel it home, a feeling. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഏട്ടൻ എന്തായാലും ചേച്ചിനെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഏട്ടന് എന്നെ പോലെ ഒരു അനുജത്തെ കിട്ടിയത് ഏട്ടൻ്റെ വലിയൊരു ഭാഗ്യമാണ്. താങ്ക് യു. അതേ ഉള്ളൂ. A place called home, all that I need